എന്താണ് ഈ കട്ടനൊക്കെ മാറ്റിയൊരു വരവ്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചത്. വരവിന്റെ ഉദ്ദേശശുക്തി. വാ വാ നോക്കട്ടെ. നാണം നോക്ക് കള്ളി. മിണ്ടല്ലേ, ഇനി ഇങ്ങനെ നാണിക്കരുത്. പറ ബാ. ഇതെന്തോ ഒട്ടാണോ? കാലൊക്കെ വളച്ചെടുത്ത് നെഞ്ചത്ത് വയ്ക്കുന്നത് ഇതെങ്ങനെയാണ്? ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കട്ട്. കാല് ഇങ്ങനെയാണോ? രണ്ടുപേരും പറ്റില്ല. പിന്നെ എനിക്ക് വേറൊരു അഭ്യാസം അറിയാം. ഇതറിയാം. ഇങ്ങനെ വരല്, ഈ വരല് ഇങ്ങനെ വെച്ചിട്ട് ഇതെനിക്കറിയാം. പക്ഷെ കാലൊക്കെ എടുത്ത് മൂക്കി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സകലകല വല്ലവിയാണ് നമ്മുടെ രണസുന. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. ഇത് ചെയ്യാൻ പറ്റൂ രണനൊക്കെ? ഞാൻ ഇത് ചെയ്യില്ല, നീ കാലല്ലേ ചെയ്യൂ. ഞാൻ ഇതേ പറ്റുമോ? പറ്റൂല. അതാണ് പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്കും. എങ്കിൽ നമുക്ക് സമ്മതിച്ചു. നീ കലാകാര്യൻ. കാലുവാൻ എടുക്കുന്ന കോപ്പ് ഇതെങ്ങനെയാടി വല ചൊടിച്ചൊക്കെ എടുത്തത്? അയ്യ കല്ലപ്പഴ പോയേ. എന്തോ ജന്മോടാ ഇത്? ഇതെങ്ങനെ കാല് ഇങ്ങനെയൊക്കെ പറ്റുമോ മനുഷ്യന്മാർക്ക്? കാല് വായിലിടാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. മീൻസ് വിരല് ഇത് ഇത് സ്പൂൺ വെച്ച് ഫോർക്കൊക്കെ എൻ്റെ ഇടയിൽ കുത്തി വെച്ചിട്ട് കഴിക്കാൻ പറ്റും എളുപ്പത്തിൽ ഇങ്ങനെ വായിൽ വെച്ചേ. അതാണ് ഉദ്ദേശിച്ചത്. പറ്റുന്നുണ്ടല്ലോ. കഴിവ് തന്നെ. കഴിവേറിയ കഴിവുള്ളവളാണ് നമ്മുടെ രണാസുന. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? എടാ ഇനിയിത് വേറെ ആരുടെയും കാലം വല്ലതാണ്. ഇത് എന്താ സംഭവിക്കുന്നത്? ഇതെങ്ങനെ വേണോ? പ്ലീസ് എനിക്ക് ഒരു ക്ലാസ് എടുത്താ. എന്താ നമ്മൾ തമ്മിൽ എങ്ങനെയാ? കാല് നെഞ്ചത്ത് ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കുന്നു. പറയാനില്ല. ഫാനായിട്ടെ രേണു ഫാൻസ് അസംബിൾ പെട്ടെന്ന് നിരത്തി. അതുപോലെ ഇന്നലത്തെ വീഡിയോ എല്ലാം പറഞ്ഞു വന്ന് എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കുക. 2000+ എൻ നെഞ്ചിൽ കുടിയിരിക്കും. ലവ് യു ഗൈസ്, ലവ് യു. എനിക്ക് ആ സ്നേഹം മാത്രം മതി. ഇന്ന് പറ്റുവാണെങ്കിൽ ലൈക്ക് അടിക്കും. 10 ലൈക്കെങ്കിൽ 10ഒന്നുമല്ല, എനിക്കറിയാം നിങ്ങൾ അടിക്കും. അത്രയ്ക്ക് സ്നേഹം. ചിലരൊക്കെ കമന്റ് ചെയ്യുന്നു അതിൽ ഒരു ലൈക്കേ തരാൻ പറ്റുന്നുള്ളൂ. നിനക്ക് 100, 1000 ഒക്കെ തരികയാണ്. അത്രയ്ക്ക് സ്നേഹം എന്നോട്. സ്നേഹം തേനല്ല, മോഹം തേനല്ല, കണ്ണീരും കൈലേശമല്ല. നമ്മൾ വിഷയത്തിൽ തന്നെ മറന്നു. വാ 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 വാ. രേണു പുതിയ 2 സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നമുക്ക് കാണാം. പറയും. ശല്യം. രേണുവിന്റെ വീഡിയോ നമുക്ക് എവിടെ ശല്യമാവുന്നു? രേണു പറയേ. രേണു ഇനി രേണുവിനോടൊപ്പം ഞാന് കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണം കഴിച്ച എന്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കല്യാണം കഴിച്ചതാണ്. പള്ളിയിൽ കെട്ടിയതാണ്. പിന്നെ നമ്മളെല്ലാരും കല്യാണം കഴിക്കുമ്പോ ആര് പിന്നെ മറ്റേ പുറത്തുനിന്ന് ഇറക്കം ചെയ്യോ? നമ്മള് വീട്ടുകാരും നാട്ടുകാരൊക്കെ തന്നെയാണ്. ഞാൻ കെട്ടിയിട്ടില്ല, സിംഗിൾ ആണ്. ഐ എം സിംഗിൾ. ഐ എം ടങ്ക് മദർ ടങ്ക്. അങ്ങനെ പേര് ഞാൻ പറഞ്ഞു. ബിനു അങ്ങനെ ഞാലിയാൻകുഴി ബിനു. ഓക്കെ, ഓൾഡ് ഈസ് ഗോൾഡ്. ഓക്കെ, മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ. സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയട്ടോ, അത് മോശമായിപ്പോയി. ഒന്നുമില്ല, എക്സ് ഹസ്ബൻഡ് അല്ലേ. എക്സ് ഹസ്ബൻഡിന്റെ പേര് പറയാൻ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് അർത്ഥം ഇരിക്കുന്നു രേണു? ഇറ്റ്സ് സോ ബോർ. എനിക്കും ആ ബന്ധം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചു. ഞാൻ വെച്ചു പിന്നെ എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് ഉപേക്ഷിച്ചെന്ന്. അവരവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ തന്നെയാണ് ബന്ധം വേർപെടുത്തുന്നത്. സോ പദത്തെറ്റി. വീണ്ടും രേണു നീ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണം കേട്ടോ. ഇങ്ങനെ നടന്നു പറ്റത്തില്ല, ഇതൊന്നും ശരിയല്ല. എന്താ പറയാ, അതിനുശേഷം എന്താ പറയാ, അദ്ദേഹം എന്നെയും കുറ്റം പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നു. അതിനുശേഷം അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. ഇനി എന്തോ കുറ്റം പറയാതിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമായിരിക്കും. പിന്നെ ഏതൊരു ബന്ധമായാലും ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ പിരിയുന്നത് നല്ലതാണ്. പക്ഷെ കെട്ടി 1 മാസം മുമ്പ് വേറെ പിരിഞ്ഞെങ്കിൽ അത്രയ്ക്ക് എന്തോ കോലാഹലം അവിടെ നടന്നിട്ടുണ്ടല്ലേ. പോട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. സൂചേട്ടന്റെ വീട്ടുകാർക്കും അറിയാം, സൂചേട്ടനും അറിയാം, മോനും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ ഇപ്പൊ സുധിച്ചേട്ടൻ്റെ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അറിയാവോ ഇല്ലെന്ന്. അതുകൊണ്ട് അത് വിട്ട് പോട്ട്. പറ രേണു തന്നെ ഇന്ന് രേണുവിന്റെ ഡേ, ചിൽഡ്രൻസ് ഡേ. രണ്ടാമത്
അതെ അതെ. രണ്ടാമത് ഞാൻ സുധിച്ചേട്ടന് നിയമപരമായിട്ട് കല്യാണം കഴിച്ചു. അങ്ങേര് വരിച്ചപ്പോ ഞാൻ വിധവയായി. അങ്ങേര് വരിച്ചപ്പോ ഞാൻ വിധവയായി. കിട്ടില്ല. ഇവിടെ ചേർത്താത്ത നീ അങ്ങനെ അടി വിധവയായി. നീ ആദ്യം ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു, രണ്ടാമത് ഒരു ബംഗ്ലാദേശ് ഷൗക്കത്തിനെ കല്യാണം കഴിച്ചു, മൂന്നാമത് മലയാളി വിനീതിനെ നീ കല്യാണം കഴിച്ചു. ഇവര് 3 പേര് ജീവനോട് ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തണം. ഞാൻ ഈ യൂണിവേഴ്സിറ്റിയില്ല കേട്ടാ. ഞാനിനി മാറിയിരുന്ന് കളി കാണത്തേ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴും വരും, ഇതുപോലെ 2 അത്രേ ഉള്ളൂ. കാരണം ഞാനില്ല. കാരണം ഇമാതിരി ഒരു ചീഞ്ഞു യൂണിവേഴ്സിറ്റി കയറാൻ എനിക്ക് താല്പര്യമില്ല. സീരിയസ്ലി പറയാമല്ലോ, സീരിയസ്ലി ഞാൻ എങ്ങോട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വിളിച്ചപ്പോൾ സംസാരിച്ച സമയത്ത് പറഞ്ഞു, എടാ വിട്ടുകളാ, ചീഞ്ഞളിഞ്ഞ ടീംസാ, വിട്ടുകളാ. പക്ഷെ നമുക്ക് വിടാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന സാധനം കൂടിയാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോവാം. പക്ഷെ ഞാൻ യൂണിവേഴ്സിറ്റി ഇല്ല കേട്ടാ. എണ്ണോ നമ്മളല്ലേ, നിങ്ങളടിച്ചോ, നിങ്ങളടിക്കും, നമ്മൾ പുറത്തിരുന്ന് ഗാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് അടിക്കും, ഇത്രേ ഉള്ളൂ. നമുക്കത് മാത്രം മതി. നിങ്ങളടിക്കണം, നിർത്തരുത്. നീ ആയാലും താത്തയായാലും പരസ്പരം അടിക്കണം. ചെളിവാരി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങളെ ചരിത്രങ്ങളെല്ലാം വരും വിളമ്പണം. നമ്മളിത് കണ്ട് ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കും, ഒരു മാറ്റവും ഇല്ല. സന്തോഷം. അത് ക്വസ്റ്റ്യൻ ഈസ് ജെന്യുവൻ, ബട്ട് പോയി ഇതുക്കളെ പാടാ, ഇതുക്കളടിച്ച് തീർക്ക്, നമുക്ക് കാണാം. ഡൈപ്പർ വിധവ? അതെന്ത് വിധവ? എന്ത് പറയണു? യു ആർ സോ ചീപ്പ്. ദാറ്റ് നെയിം ഈസ് വെരി വെരി ചീപ്പ്. സോ ബോറിംഗ്. ഐ നോ. ബാക്കി ആരാ എയർപോർട്ടിൽ രേണു വരുമ്പോൾ ഓൺലൈൻ മീഡിയസ് ഇങ്ങനെ കൂടുന്നു, കൂടുന്നു. പറ. ട്രോളി ബാഗ് 2 പറ്റത്തുള്ളൂ, 2 പറ്റത്തുള്ളൂ. നീ എന്നെ പറഞ്ഞ അത് നിറച്ച് ഡൈപ്പറാണെന്ന്. നീ എന്തിന് ഇത്രയും ഡൈപ്പർ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇരുന്ന് ആലോചിച്ച്. സ്വാഭാവികം. സുനിയേട്ടന്റെ ബാഗായതുകൊണ്ട് എനിക്കിത് കളയാൻ മനസ്സ് വരുന്നില്ല. ഞാൻ അതുകൊണ്ട് സുനിയേട്ടന്റെ ബാഗ് കളഞ്ഞില്ല, മറ്റേ ബാഗ് കളഞ്ഞു. അതാകുമ്പോ മൊത്തം ഡൈപ്പറല്ലേ. തള്ളാസ് വണ്ടി. ഇങ്ങനെ തള്ളാൻ നിന്ന് കഴിഞ്ഞാൽ രാണു നീ എവിടെ പോയി നിൽക്കും? എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. ഇങ്ങനെ തള്ളാലൊരു മയത്തില് തള്ളു. സുനിയേട്ട എന്നാലും കാല് പിടിച്ച് ഉളച്ചത് താനായിരിക്കണം കേട്ടാ. കോപ്പ് വേണ്ടായിരുന്നു. ഇവളെന്തെങ്കിലും വട്ട് കാണിച്ചെന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ വട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനും അവളും തമ്മിൽ പിന്നെ എന്നാ വ്യത്യാസമായി പോകും. ആരെങ്കിലും ഒന്ന് കാല് തടവിത്താടെ വയ്യ. കുറച്ച് പേർക്ക് അതിലോട്ട് വരാം. എന്തൊക്കെയോ സാധനം, എവിടെയൊക്കെ ബാഗ്, ഡൈപ്പർ. ഏത് യൂണിവേഴ്സിലായത്? സത്യം പറയാലോ, കോമഡിയായി. ഇനി കുറച്ചു പേർക്ക് ബാക്കി പറ, മറന്നുപോയി. നമ്മ ഒരു തെറ്റിദ്ധാരണയില്ലേ? രേണു പറയുന്നതെല്ലാം കറക്റ്റാ. രേണു പറയുന്നത് മാത്രമാ കറക്റ്റ്. നമുക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. രേണു പറമത്തേ നീ. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കോടികൾ അക്കൗണ്ടിൽ വന്നു എന്നൊക്കെ ചില തെറ്റിദ്ധാരണ നാട്ടുകാർക്കുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക ഇനിയിപ്പോ വന്ന് കാണുമല്ലോ, 80 ലക്ഷം എങ്ങാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന. ഒന്നുമില്ല, പറ. നിന്റെ വീട്ടുകാർ അങ്ങനെ ചെയ്യൂ? തങ്കം ചേട്ടനൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ, 9 and 6. വാവ്. പിന്നെ ബാക്കിയുള്ളവരെ പിടിച്ചിടുന്നില്ല. പോട്ട് പുല്ല്. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നേ. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയാ, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. പിന്നെ നമുക്കിനി പ്രാന്തല്ലേ? കെട്ടി എഴുന്നള്ളി അങ്ങ് തൃക്കോടിത്താനം നിന്റെ അവിടെ വന്നിട്ട് നിന്റെ മറ്റേ ബാങ്കിൽ വന്നിട്ട് തിരക്കിയിട്ട് അന്വേഷിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മൾ ബാങ്കിൽ പോയി തിരക്കിയിട്ട് നിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ച് ഇപ്പൊ തരും ബാങ്കുകാരന്മാർ. നിനക്ക് വിവരബോധം പൊക്കണമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊന്നും വിഡിത്തരം വിളിച്ച് പറയരുത്. അവനവൻ പോയാലേ അവനവന്റെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് തരത്തുള്ളൂ. അല്ലാതെ ഞാൻ പോയിട്ട് നിന്റെ ബാങ്കിന്റെ അക്കൗണ്ട്, ഞാൻ തൃക്കോടിത്താനം ബാങ്കിൽ വന്നു, ഏത് ബാങ്ക് വന്നത്, ഇപ്പൊ നമുക്കൊരു ഫെഡറൽ ബാങ്ക് എക്സാമ്പിൾ. ഓക്കെ, ബാങ്കിൽ വന്നിട്ട് ഓക്കെ നിങ്ങൾ ആ രേണു സുധിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇങ്ങ് എടുക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നീയാണോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിക്കേണ്ടത്? നമുക്ക് പറ്റത്തില്ലടേ. ഇനി കെട്ടി കഴിയുന്നല്ലേ അങ്ങ് വന്നാലും നടക്കത്തില്ല. നീയാണ് നിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിക്കേണ്ടത്, നമ്മളല്ല. ഇതൊക്കെയൊന്നും ഇതാണ് ഞാൻ പറയുന്നത്. സ്കൂളിന്റെ വരാതിൽ വല്ലപ്പോഴൊക്കെ പോയി നിർത്തി നോക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലെങ്കിലും അറ്റൻഡ് ചെയ്യും. എന്തുവാ ഇത്? കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന്
നമ്മളൊരു ബൈക്ക് മേടിച്ച് അതെ 75,000 വന്നില്ല 69 രൂപയ്ക്ക് ഞാൻ ബൈക്ക് മേടിച്ചു. ബാക്കി ഞാൻ സുലൈമാനി വാങ്ങിച്ചു കുടിച്ചു. പോളെ ഒരു മഞ്ഞ കളറിലെ ഒരു ബൈക്ക്, മഞ്ഞ ബൾബുകൾ. മഞ്ഞ കളർ ബൈക്ക് എടുത്ത് കിച്ചുവിന് കൊടുത്തു എന്നാണ് പറയാൻ വരുന്നത്. ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കിച്ചുവിനെ ഞങ്ങൾ നോക്കി, കിച്ചുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ഒരു സാധനം ഏത് കിച്ചുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നത് ചെയ്തു, പിന്നെ എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു സാധനം ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സംസാരം സംസാരിക്കുന്നത്. ചിന്തിക്ക്, ഒന്ന് സാമാന്യ ലോജിക്ക് വെച്ച് ചിന്തിക്ക്. എടി നീ ഒന്നുമില്ലെങ്കിലും ഉളുപ്പില്ലാണ്ട് ആവരുത്. സുധിയുടെ മോനാണ്, അവന് നീ ചെലവാക്കിയതിന്റെ കണക്ക് വന്നിരുന്ന് പറയരുത് കേട്ടാ. അതുപോലെ അണ്ടർ ഏജിലാണ് അവന് ബൈക്ക് എടുത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിന്നേക്ക് എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഞാനും ഞങ്ങളുടെ കൂടെ നിന്നാണ് കിച്ചന് മേടിച്ചു കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കൊടുത്തിട്ടോ ഇല്ല, ഞങ്ങൾ ആരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെന്താണ് എന്താ പറയണ്ടത്, വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ചിലർക്ക് തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കാ ഇരട്ടയ്ക്കാക്കാന്നില്ലേ. എനിക്ക് വയ്യ നിന്റെ കൊണ കേൾക്കാം. ഈ മൊണ്ണെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചൊറിഞ്ഞ് പിരിഞ്ഞു വരും. ഇവൻ അപരാധം കാണിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു അപരാധിയാണ് ഇവൻ. കണ്ട പെണ്ണുങ്ങൾ, അതും എവിടെയൊക്കെ കിടക്കുന്ന ഏതൊക്കെയോ കുറെ കൂറച്ചികളെയും വിളിച്ചും കൊണ്ടുവന്ന് കാട്ടപരാധം കാണിക്കുന്ന ഒരു പുന്നാര മോനാണ് ഈ അഭിലാഷ്. ഇവന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവനെ പിടിച്ചു പറയണം, ഇവനെതിരെ കേസ് എടുക്കണം. ആ വകുപ്പിനുള്ള വീഡിയോകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പച്ച അപരാധം. ഓരോ എവിടെ കിടന്ന മറ്റേവളുമാരെ കുറെ പോക്ക് കേസുകളെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളാണ്. അങ്ങനെ ഒരു പുന്നാര മോനാണ് അവൻ. എവിടെയൊക്കെ കിടന്ന് ഏവളെയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ വിചാരം ബാക്കിയുള്ളവർക്ക് ഇത് കാണുമ്പോൾ അസൂയ തോന്നുന്നു. പിന്നെ നമുക്ക് ഈ കൂറച്ചികളെ കണ്ടിട്ട് എവിടെ കിടന്ന മോളുകളെ കണ്ടിട്ടല്ലേ നമുക്ക് മറ്റേ ഇളവണത്. ഇത് പോടാ, ഇങ്ങനെ ഒരു കാട്ടുകഴിവര് വേറെ ഇല്ല എന്ന് ഞാൻ പറയും. ഇവൻ രേണുവിന് സപ്പോർട്ടായിട്ട് വന്ന് ഇടയ്ക്ക് രേണു ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ വീണ്ടും വന്നിരിക്കുകയാണ് കാട്ടപരാധിമാൻ. നല്ല സ്വാറ്റ് സാധനങ്ങൾ 3 കൊള്ളാം, ഒന്നിനൊന്നിനും മെച്ചം. AJP നീയും രേണു സൂപ്പർ. ഇപ്പോഴാണ് യൂണിവേഴ്സ് കംപ്ലീറ്റ് ആയത്. അവഞ്ചേഴ്സ് എന്നാണ് വിചാരം. അപരാധങ്ങൾ ആരാ പറഞ്ഞ തെണ്ടി പെഞ്ഞി നീ വന്ന് കാട്ടവരാന്ന് കള്ളക്കരച്ചിലും കഴിഞ്ഞ് മോങ്ങി ഇട്ട് വീഡിയോ ഇട്ട് വിടറാ. സുധി എന്ന് പറയുന്ന വ്യക്തിയെ വിടറാ. ഫേക്ക് ID എന്ന് കമന്റ് ഇട്ടപ്പോ നിനക്ക് പൊള്ളിയല്ലോ. ഞാൻ വന്ന് നിന്റെ വീഡിയോയില് മറ്റേ എന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇട്ട് നിനക്ക് അതിന് റിപ്ലൈ തരാണ്ടോ? മാറി ഞാൻ ചീത്ത വിളിച്ചല്ല, നിനക്ക് വല്ലതും പറയണ്ട. എന്നിട്ട് കൊണയാന്ന്. സോറിടാ, ഞാൻ നന്നായിട്ട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. പിന്നെ ഇവനെയൊക്കെ കാണുമ്പോ പറ്റുന്നില്ല, ഈ അതിൽ പറ്റുന്നില്ല. എടാ, നിന്നെ തെറി വിളിക്കാതെ ഏതെങ്കിലും മനുഷ്യന് ഈ ഭൂലോകത്ത് ജീവിക്കാൻ പറ്റുമോ? നിന്റെ അപരാധവും നിന്റെ ഈ കാട്ടപരാധം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യന് ഈ ഭൂലോകത്ത് തെറി വിളിക്കാതിരിക്കാൻ പറ്റുമോ? നിന്റെ കഴിഞ്ഞാട്ടങ്ങളും പേക്കൂത്തുകളും സോഷ്യൽ മീഡിയ നാറാണത്താക്കി കൊണ്ട് നടക്കുന്ന നിന്റെയൊക്കെ കൂത്താട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് തെറി വിളിക്കാതെ പോകാൻ പറ്റുമെങ്കിൽ അവനെ ഞാൻ കവാല നോക്കി ഇടിക്കും കേട്ടാ. അത്ര അപരാധമാണ് നീ കാണിക്കുന്നത്. പറയുന്നതായിട്ട് ഇനി ഇവന്റെ തന്തയെ വിളിച്ച പോലെയാണ് പറയുന്നത്. അവന്റെയൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കണം. മരിച്ചുപോയ ആളിനെ ആരാ വിളിച്ചു ഇവിടെ തെറി? നീയൊക്കെ ചുമ്മാ കൊണ്ടാക്കണം, അല്ലെ വിളിച്ച തെറി കാണിക്കും. ഇനി ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ അത് നീ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ആയിരിക്കും, അല്ലാണ്ട് ഒന്നുമില്ല. നീ ക്രിയേറ്റ് ചെയ്തിട്ട് നീ തന്നെ ഒരു തെറി വിളി കമന്റ് ഇട്ടിട്ട് നീ ഉണ്ടാക്കുന്ന പരിപാടിയായിരിക്കും. നായിന്റെ പറ്റി മാനേ. ഓ, നിന്റെ അച്ഛനെ പോലെ കാണാത്ത നന്നായി, സഹോദരിയെ പോലെ കാണുന്നു. അച്ഛന് സുഖാണോ മോനെ? സുഖാണോ? ഇല്ലെങ്കിൽ
എടാ നിന്നെയൊക്കെ തെറി വിളിക്കാൻ ദയവ് ചെയ്തിട്ട് ആരും ഫേക്ക് ചെയ്ത് പോകരുത്. ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ പോണം എല്ലാവരും. ഇവനെയൊക്കെ തെറി വിളിക്കാൻ, ഇവനെ പോലുള്ള കാട്ട് കഴിവറകളെ തെറി വിളിക്കാനായിട്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പോണം. ഒരിക്കലും ഫേക്ക് ഉപയോഗിക്കരുത്. ശക്തമായിട്ട് നീ എടാ പോടാ കാട്ടുകളി. അവന്റെ പോലെ പ്രതികരണമായിട്ട് വന്നിരിക്കുന്നു മൊണ്ണേശ്വരൻ. എടാ മൊണ്ണേശ്വരോ കമ്മിങ് സൂൺ വിപിൻ ലാൽ പറയടി കുട്ടി. നമസ്കാരം, രേണുസുതിയാണ്. ഓ വിദ്യ ഹലോ നമസ്കാരം രേണുസിനി തന്നെ നീ. എന്ന ആൽബത്തിന് ശേഷം വിപിൻ കുണുങ്ങി കുണുങ്ങി അതെന്നെ ആൽബം. എന്നിട്ട് എന്താ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്? കുണുങ്ങി 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 കിളിയും കിളിങ്ങി കുണുങ്ങി കുണുങ്ങി. കഴിവേറത്തനങ്ങൾ കാണിച്ചിട്ട് പേരുകൾ. വേറെ ഒന്നും ഉണ്ടല്ലോ, കള്ള് ഷാപ്പിലെ കണ്ണും കുപ്പിയാ, കണ്ണും കുപ്പിയും കള്ള് കുട്ടിയാ, അങ്ങനെ കണ്ണും കുട്ടിയാ, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ എന്തോന്ന് പേരിട്? കുണുങ്ങി 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 കുക്ക് കുണുങ്ങി കുക്ക് കുണുങ്ങി റൗണ്ട്സ് സംവിധാനം ചെയ്യുന്ന ലേനം മ്യൂസിക് സാറ് സാറ് പ്രൊഡക്ഷൻ ചെയ്യുന്ന എന്താ പറയാ അടിപൊളി ഒരു കിടിലൻ ആൽബം നാളെ ഷൂട്ടാണ്. ഞാൻ അതിന്റെ ലൊക്കേഷനിലേക്ക് പോവാണ്. എന്തിന് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്ന? ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ പോരെ. എന്തിനാണ് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്നത്? ഞാൻ നാളെ ഷൂട്ടിന് പോവുകയാണെന്ന്. പിന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവഞ്ചേഴ്സിൽ അടുത്ത് വണ്ടർ വുമണാണ് ഇവളെന്ന് ഉള്ള പറച്ചിൽ കേട്ടോ തോന്നുന്നു. ഒന്നും പണയണില്ല. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ അനുഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ പറ. അമ്മയുടെ ആൽബം ലൈക്ക് ഷെയർ സപ്പോർട്ട്. പാവം ആ കൊച്ചിനെയും കൂടി ഒന്ന് വെറുതെ വിടാടെ. ഉള്ള കാര്യം പറയാം. പാവം കുട്ടി. അയ്യോ അയ്യോ കമ്മിങ് സൂൺ ബിപിൻ ലാൽ. ഞാൻ ആ കുട്ടി ഇരിക്കണുണ്ടെന്ന് പറയുന്നില്ല വീഡിയോയിൽ. കുണുങ്ങി കുണുങ്ങി. അയ്യോ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇത് ഞാൻ എടുത്തു വെച്ചല്ലോ. ഇതെവിടെ നിന്ന് വന്ന സ്ഥിതിക്ക് കാണാം. 2 ദിവസം മുന്നേ വരെ അമ്മ അമ്മ എന്ന് പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് അമ്മ ശത്രു ആവുന്നത് എങ്ങനെയാ? പൈസ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. ഇഷ്ടംപോലെ പൈസ കൊടുക്കുന്ന കാര്യം രേണു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മൊട്ടച്ചേച്ചി. മൊട്ടച്ചേച്ചിയെ ഇപ്പൊ മുടിയേക്കളൊന്നല്ലേ, ഇപ്പൊ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഒരു കൊല്ലമല്ലേ. ഇതെന്തുവാ? എന്തിനാ മുട്ടയടിച്ച? നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഒരുമാതിരി എന്നെ പോലെ ഇരിക്കുന്നു. അത് പോട്ട്. അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന് പൈസ കൊടുക്കുന്നത് എനിക്കും അറിയാമായിരുന്നു. ഏണു നിനക്ക് നാണമില്ലേ ഇവളുമാരത്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ? കിച്ചുവിന് പൈസ കൊടുക്കും പൈസ കൊടുക്കും പൈസ കൊടുക്കും. ചീപ്പ് ക്വാളിറ്റി. നീ മകനെ പോലെ കാണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ മകനായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പൈസ കണ്ടവരടുത്ത് പോയിട്ട് നീ കണക്ക് പറയുന്നുണ്ടോ? സി വെരി ചീപ്പ് ക്വാളിറ്റി, വെരി വെരി ചീപ്പ് ക്വാളിറ്റി. എന്തിന് ഇപ്പൊ നാട്ടുകാരത്ത് വരെ വിളിച്ചു പറഞ്ഞ് സ്ക്രീൻഷോട്ട് അയച്ചു വിട്ടുകൊടുത്തു. വെരി വെരി ബാഡ്. സോ പതറ്റാറ്റിക് സിറ്റുവേഷൻ. കണ്ടിന്യൂ. എനിക്ക് അങ്ങനെ അറിയാം, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടില്ല. കൊച്ചു പൂമ്പടിയായി കൊഞ്ചു പൂമഴയായി കണ്ടു കണ്ടു കടല് കണ്ടു എത്ര നാളായി ഏലല്ലോ. രേണുവിന്റെ ഫ്രണ്ടാണ്, രേണുവിന്റെ മാനേജറാണ്. എന്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്, ജാസിന്റെ ഫ്രണ്ടാണ്. ഷീനുവിന്റെ മാനേജർ. പിന്നെ മാനേജർ ആവാൻ പറ്റി. ഇത് മറ്റേ ഇതല്ല അംബാനിയല്ലേ ഇരിക്കുന്നത്. പോ കൊച്ചു കള്ളി കുറുമ്പികള്. എപ്പോഴും പുള്ളിക്കാർക്ക് എന്നോട് പറഞ്ഞ മോനെ എപ്പ ചോദിച്ചാലും ആ ചെറുക്കൻ എപ്പ ചോദിച്ചാലും പൈസ മുന്നേ എപ്പ ചോദിച്ചാലും ചെറുക്കനെ പൈസ വരെ കൊടുക്കും ഞാൻ കൊടുക്കുന്നത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്യുന്ന ഒരു സ്ത്രീയെ പെട്ടെന്ന് സമൂഹത്തിൽ ഒരു മോന്റെ സ്ഥാനം കൊടുത്ത് നിർത്തിയ ആള് വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. അതെ അതെ, മോന്റെ സ്ഥാനം കൊടുത്ത് നിർത്തിയ ആള് വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോയ നാട്ടുകാർ മൊത്തത്തിൽ വന്നിട്ട് പഞ്ഞി കിട്ടിട്ട് പോകും. എന്തിനാ വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത ഇമാതിരി ഊള പരിപാടികള്. നമ്മൾ ഇങ്ങനെയാ എന്തുവാ ഇങ്ങനെ കൊച്ചു പൂമ്പടിയായി കൊച്ചു പൂമഴയായി കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പടിയായി. ഞാൻ എന്തിനാ ഈ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നേ? വരം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരം നേരം എന്നോട് ചേരേണ്ടവൻ അതില്ലാതെ വയ്യ നെഞ്ചോരം നീ മാത്രം ഉയരേ കണ്ണെത്താ ദൂരം നീ മായുന്നു ഏതേതോ തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായിരിന്നു മൗനം അതില്ലാതെ വയ്യൻ നെഞ്ചോരം
നീ മാത്രം ഉയിരേ. ഡെഡിക്കേറ്റഡ് ടു അവർ രേണു സുധി. ഞാൻ ഇനി ഇതൊരു കോമഡി പീസായിട്ട് എടുക്കുന്നുള്ളൂ. സീരിയസ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഇത് ഒരു തേങ്ങയുമില്ല. ഇനി അങ്ങനെ എങ്ങാണ്ട് സംസാരിക്കേണ്ട വിഷയമൊന്നും സംസാരിക്കാം. നിങ്ങൾ എന്തായാലും എനിക്ക് വളരെ സൂക്ഷിക്കാന്തിയോടെ ആകാംക്ഷയോടെ എനിക്ക് വളരെ ക്ലിപ്പുകൾ അയച്ച് തരുന്നുണ്ടല്ലോ, വളരെയധികം സന്തോഷം. നിങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കിടന്ന് തപ്പേണ്ട ആവശ്യം വരുന്നില്ല. കാണുന്നവരൊക്കെ ക്ലിപ്പുകളെല്ലാം ഇൻസ്റ്റയിൽ എനിക്ക് അയച്ചു തരിക. ഫേസ്ബുക്കിൽ ഞാൻ എപ്പോഴും നോക്കാറില്ല, ഇൻസ്റ്റയിൽ അയച്ചു തരിക. എല്ലാം നാം കാണുന്നതാണ്. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.